എല്ലാവർക്കും നമസ്കാരം. ഓണം, മഞ്ഞ് പെയ്യുന്ന നാട്ടിലെ മാവേലി കഥ. ഓണം വരുന്നു എന്നറിഞ്ഞത് കലണ്ടറിൽ നിന്നല്ല, അസോസിയേഷനുകളിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന സന്ദേശങ്ങളിലൂടെയാണ്. ഓണം അടുത്തിരിക്കുന്നു. അമേരിക്കയിലെ ഓണം അങ്ങനെയാണ്. തീയതി വരും, പൂക്കളം വരും, വാട്സാപ്പിൽ പൂക്കളങ്ങളുടെ ചിത്രങ്ങൾ വരും, കേരളത്തിൽ നിന്നുള്ള അമ്മയുടെ വീഡിയോ കോൾ വരും. പക്ഷേ ഓണം മാത്രം വരാറില്ല. ഓണം എവിടെയോ വഴിയിൽ ഇറങ്ങി നിൽക്കും. അനൂപിന് 52 വയസ്സായി. മുടിയിൽ കറുപ്പിനേക്കാൾ വെള്ളയാണിപ്പോൾ. കണ്ണടയുടെ ഫ്രെയിമിനപ്പുറം ലോകത്തെ കാണുന്നതിലും കൂടുതൽ കഴിഞ്ഞുപോയ കാലത്തെ കാണാൻ തുടങ്ങിയ പ്രായം. 28 വർഷമായി അമേരിക്കയിൽ. ആദ്യകാലത്ത് ഇവിടെ വന്നപ്പോൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു തീയതി ഉണ്ടായിരുന്നു മനസ്സിൽ. 2 വർഷം ജോലി ചെയ്യാം, പിന്നെ തിരിച്ചു പോകാം. 2 വർഷം 4 ആയി, 4 10 ആയി, 10 20 ആയി. ഇപ്പോൾ തിരിച്ചു പോകുക എന്നത് ഒരു യാത്രയല്ല, ഒരു കാലത്തിലേക്കുള്ള യാത്രയാണ്. അത് ഏത് വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നതെന്ന് അനൂപിനറിയില്ല. ഓഫീസിലെ 18ാം നിലയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നഗരത്തിൻ്റെ ഗ്ലാസ് കെട്ടിടങ്ങൾക്കിടയിൽ ഒരു ചാരനിറമുള്ള ആകാശം. മഴയില്ല, മാവില്ല, ചിങ്ങമാസത്തിൻ്റെ കാറ്റില്ല. എങ്കിലും മനസ്സിൻ്റെ ഏതോ മുറ്റത്ത് ഒരിക്കൽ ഉണങ്ങിയ മണ്ണിൽ വീണിരുന്ന മാവേലിക്കാലത്തിൻ്റെ ഇലകൾ ഇളകുന്ന ശബ്ദം. അനൂപ് ലാപ്ടോപ്പിൽ നിന്ന് തലയുയർത്തി. ഹേ അനൂപ്, ആർ യു ജോയിനിങ് ദ മീറ്റിംഗ്? യാ, ജസ്റ്റ് എ സെക്കൻഡ്. അവൻ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി. പവർ പോയിൻ്റ്, എക്സൽ, ഡെഡ്ലൈൻ, ക്വാർട്ടർലി ടാർഗറ്റ്, പ്രൊമോഷൻ, റിട്ടയർമെൻറ്റ് പ്ലാൻ, 401k, മോർഗേജ്, കോളേജ് ട്യൂഷൻ, ഇൻഷുറൻസ്. ജീവിതം എത്ര മനോഹരമായി കണക്കുകളായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ജീവിതം വളർന്നിരുന്നത് ഓണസദ്യയിലെ പായസത്തിൻ്റെ മധുരത്തിലായിരുന്നു. ഇപ്പോൾ അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ അക്കങ്ങളിലാണ്. അനൂപിൻ്റെ ബാല്യത്തിലെ ഓണം ഒരു ഉത്സവമല്ലായിരുന്നു, അതൊരു ചെറിയ ലോകമായിരുന്നു. പുലർച്ചെ അമ്മയുടെ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. അനു, എഴുന്നേൽക്കട, പൂക്കൾ പറിക്കാൻ പോകണം. അവൻ പുതപ്പിനിടയിൽ മുഖം ഒളിപ്പിക്കും. അമ്മേ, കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. അമ്മ ചിരിക്കും. ആ ചിരിക്ക് ഒരു മണമുണ്ടായിരുന്നു, ചെമ്പരത്തിയുടെ മണം, മുറ്റത്തെ നനഞ്ഞ മണ്ണിൻ്റെ മണം, അടുപ്പിൽ തിളയ്ക്കുന്ന പായസത്തിൻ്റെ മണം, അച്ഛൻ്റെ പഴയ സൈക്കിളിൻ്റെ മണവും അതിൽ കലർന്നിരുന്നു. അന്നത്തെ ഓണം വീട്ടിൽ മാത്രമുണ്ടായിരുന്നതല്ല, അത് അയൽ വീടിൻ്റെ മുറ്റത്തുമുണ്ടായിരുന്നു. കുട്ടികളുടെ കയ്യിൽ പൂക്കൾ, വഴിയരികിൽ തുമ്പപ്പൂ, തൊടിയിൽ കാക്കപ്പൂ, ചെറിയ കൈകളിൽ വലിയ പൂക്കളങ്ങൾ. ആരും പഠിപ്പിച്ചിരുന്നില്ല എങ്ങനെ പൂക്കളമിടണമെന്ന്. പൂക്കൾ തന്നെയായിരുന്നു അത് പഠിപ്പിച്ചത്. അന്ന് ഓണത്തിനാരും ഓണം എങ്ങനെ ആഘോഷിക്കണം എന്ന് ഗൂഗിളിൽ തിരഞ്ഞിരുന്നില്ല. ആർക്കും ഓണം ഡെക്കറേഷൻ ഐഡിയാസ് വേണ്ടിയിരുന്നില്ല. പൂക്കളം പിൻട്രസ്റ്റിൽ നിന്നല്ല വന്നത്, അയൽ വീട്ടിലെ ചേച്ചിയുടെ മുറ്റത്ത് നിന്നായിരുന്നു. സദ്യ യൂട്യൂബ് റെസിപ്പി ആയിരുന്നില്ല, അമ്മയുടെ കൈകളായിരുന്നു അതിൻ്റെ റെസിപ്പി ബുക്ക്. പായസം അളവുകളിൽ ഉണ്ടായിരുന്നില്ല. ഒരു പിടി പരിപ്പ്, കുറച്ച് ശർക്കര, മനസ്സിന് ഇഷ്ടം പോലെ തേങ്ങാപ്പാൽ. അതാണ് അളവ്, അതാണ് രുചി, അതാണ് ഓണം. അമേരിക്കയിൽ ഇപ്പോൾ ഓണം മറ്റൊരു രൂപത്തിലാണ്. കേരള അസോസിയേഷൻ, ഓണാഘോഷം, ഓണസദ്യ, ചെണ്ടമേളം, തിരുവാതിര, ഫാഷൻ ഷോ, സെൽഫി, ഹാപ്പി ഓണം എന്നെഴുതിയ ഡിജിറ്റൽ ബാനർ, മാവേലിയുടെ കട്ടൗട്ട്, കുട്ടികളുടെ മത്സരങ്ങൾ, സ്പോൺസർമാരുടെ ലോഗോകൾ. താങ്ക് യു ടു അവർ പ്ലാറ്റിനം സ്പോൺസർ. അനൂപ് ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിഷമിക്കും. ഇവിടെ ഓണം ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. പക്ഷെ അതിന് പഴയ ഓണത്തിൻ്റെ അലസതയില്ല. അന്ന് ഉത്സവത്തിനൊരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉത്സവത്തിനും അജണ്ട ഉണ്ട്. ആ വർഷം അനൂപിൻ്റെ മകൾ മീര ആദ്യമായി ഓണത്തിന് പൂക്കളമിടുകയായിരുന്നു. ഡാഡ്, ഇതിനെന്താണ് പേര്? പൂക്കളം. വൈ ഡു വി ഡു ഇറ്റ്? അനൂപ് ഒരു നിമിഷം മിണ്ടാതിരുന്നു. അവൻ ഒരുപാട് ഉത്തരങ്ങൾ അറിയുന്ന ആളായിരുന്നു. സോഫ്റ്റ്വെയർ, ആർക്കിടെക്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ്,
കോളേജ് ആപ്ലിക്കേഷൻസ്, ക്രെഡിറ്റ് സ്കോർ. പക്ഷെ ഈ ചോദ്യത്തിന് മാവേലി വരാൻ. മീര ചിരിച്ചു. സീരിയസ്ലി? സീരിയസ്ലി, ഹു ഈസ് മാവേലി? അനൂപ് അവളെ നോക്കി. പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ഒരു വാതിൽ തുറന്നു. അതിനപ്പുറം ഒരു പഴയ കേരളം. മണ്ണുകൊണ്ട് പണിത വീട്ടുമുറ്റം, വാഴയില, പച്ചപ്പ്, ചിരി, അച്ഛൻ, അമ്മ, അയൽവാസികൾ, മാവേലി. പാതിരാത്രിയിൽ കേട്ടിരുന്ന നായയുടെ കുര. ദൂരെ ഒരിടത്ത് ക്ഷേത്രത്തിലെ മണി. അവൻ പതുക്കെ പറഞ്ഞു, മാവേലി ഒരു രാജാവായിരുന്നു. എല്ലാവരും തുല്യരായിരുന്ന ഒരു കാലത്തിൻ്റെ രാജാവ്. മീര വീണ്ടും ചോദിച്ചു, വാസ് എവ്രി വൺ ഹാപ്പി? അനൂപ് ചിരിച്ചു. അങ്ങനെ പറയുമായിരുന്നു. ഡു യു മിസ് ഇറ്റ്? അനൂപ് അവളെ നോക്കി. അവൻ ആദ്യമായി മനസ്സിലാക്കി, അവൻ ഓണം മിസ് ചെയ്യുന്നില്ല, അവൻ ഓണമായിരുന്ന കാലത്തെയാണ് മിസ് ചെയ്യുന്നത്. അന്ന് രാത്രി അവൻ അമ്മയെ വിളിച്ചു. കേരളത്തിൽ അപ്പോൾ രാവിലെ. അമ്മ ഫോണെടുത്തു. എന്താടാ? അമ്മേ, ഓണം ഓർമ്മയുണ്ടോ? അമ്മ ചിരിച്ചു. എനിക്ക് ഓണം മറക്കാൻ പറ്റുമോ? അനൂപ് ഒന്നും പറഞ്ഞില്ല. അമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ നീ ചെറുപ്പത്തിൽ പൂക്കളമിടാൻ പോയിട്ട് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നത്? അനൂപ് ചിരിച്ചു. അത് പാമ്പായിരുന്നില്ലമ്മേ, കയറായിരുന്നു. അതെ, പക്ഷെ നീ അന്നത് പാമ്പാക്കിയല്ലോ. ചിരി ഇരുവശത്തും പടർന്നു. ആ ചിരിയുടെ ഇടയിൽ 28 വർഷം പെട്ടെന്ന് ചെറുതായി. അവൻ വീണ്ടും ആ മുറ്റത്തെത്തി. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കുട്ടി. പുറത്ത് മഴ, അടുക്കളയിൽ പായസം, വീട്ടുമുറ്റത്ത് പൂക്കളം. അച്ഛൻ പത്രം വായിക്കുന്നു. ജീവിതത്തിനൊന്നും വലിയ സ്വപ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിന് ഒരു മണമുണ്ടായിരുന്നു. അമ്മ, അവിടെ ഓണം എവിടെ വരെയായി? അമ്മയുടെ ശബ്ദം അല്പം മാറി. ഇപ്പോൾ ആരുണ്ട് ഇവിടെ? അച്ഛൻ ഇല്ല. ആ വാക്ക് മുറിയിൽ തങ്ങി. അച്ഛൻ പോയിട്ട് 5 വർഷം. അനൂപ് അമേരിക്കയിൽ നിന്ന് വന്നെത്തിയപ്പോഴേക്കും ചിതയ്ക്ക് തീ കൊളുത്തിയിരുന്നു. ആ യാത്രയിൽ അവൻ മനസ്സിലാക്കിയിരുന്നു, ചില വിമാനങ്ങൾ വൈകിയാൽ നഷ്ടപ്പെടുന്നത് യാത്രയല്ല, ഒരു മനുഷ്യനെയാണ്, ഒരു കാലത്തെയാണ്. അമ്മേ, ഇത്തവണ ഞാൻ വരട്ടെ? അമ്മ ഒന്നും പറഞ്ഞില്ല. വരൂ, അത്രമാത്രം. ആ ഒരു വാക്കിൽ ഒരു വീടുണ്ടായിരുന്നു, ഒരു മുറ്റമുണ്ടായിരുന്നു, ഒരു കസേരയിലിരുന്ന് കാത്തിരിക്കുന്ന ഒരാളുടെ നിഴലുണ്ടായിരുന്നു. ഓണത്തിന് 2 ദിവസം മുൻപ് അനൂപ് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി. കാറിലിരുന്ന് ഏറെ നേരം സ്റ്റിയറിങ്ങിൽ കൈവച്ച് അവൻ പുറത്തേക്ക് നോക്കി. അമേരിക്കൻ ഹൈവേ, നീണ്ട റോഡ്, കാറുകളുടെ ഒഴുക്ക്, ഓരോരുത്തരും എവിടെയോ എത്താൻ ഓടുന്നു. അവന് തോന്നി, നമ്മളൊക്കെ ജീവിതം മുഴുവൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, പക്ഷെ ഒരിക്കൽ പോലും ചോദിക്കുന്നില്ല എവിടേക്കാണ്. വീട്ടിലെത്തിയപ്പോൾ മീര മുറ്റത്ത് പൂക്കളമിടുകയായിരുന്നു. യൂട്യൂബ് നോക്കിയാണ്. ഡാഡ്, ഇസ് ദിസ് ഓക്കെ? അവൻ പൂക്കളത്തിലേക്ക് നോക്കി. പൂക്കൾ ശരിയായിരുന്നില്ല, നിറങ്ങൾ പൊരുത്തപ്പെട്ടിരുന്നില്ല, വൃത്തം അല്പം വളഞ്ഞിരുന്നു. എങ്കിലും അതിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അവൻ നിലത്തിരുന്നു. ഇത് ശരിയായില്ല. മീരയുടെ മുഖം മാറി. അനൂപ് ചിരിച്ചു. ഇത് ശരിയാക്കാം. അവനൊരു പൂ എടുത്തു. ഇവിടെ വയ്ക്കണം. വായ്? കാരണം പൂക്കളം പെർഫെക്റ്റ് ആയിരിക്കേണ്ടതില്ല. മീര അവനെ നോക്കി. ദെൻ ആദ്യം ഒരുമിച്ചൊന്നിരിക്കണം, അതാണ് പ്രാധാന്യം. അവൾ ചിരിച്ചു. അനൂപും. അവൻ പെട്ടെന്ന് മനസ്സിലാക്കി, പൂക്കളം പൂക്കളാൽ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല, ഒരുമിച്ച് ഇരുന്ന് മനുഷ്യരാലാണ്. അന്ന് സദ്യക്ക് വാഴയില കിട്ടിയില്ല. വലിയ പച്ച പ്ലാസ്റ്റിക് പ്ലേറ്റുകളായിരുന്നു സദ്യ. പരിപ്പ്, സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പപ്പടം, അച്ചാർ, പായസം. മീര ആദ്യമായി കൈകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ ശ്രമിച്ചു. മെസ്സേ, അനൂപ് ചിരിച്ചു. ദാറ്റ്സ് ദ പോയിന്റ്. അവൾ ചോറിൽ പരിപ്പിട്ട് കലക്കി. അവൻ നോക്കി നിന്നു. അവൻ്റെ മുന്നിൽ ഒരു നിമിഷം മകളുണ്ടായിരുന്നില്ല. തൻ്റെ ബാല്യത്തിലെ താനായിരുന്നു അവൻ്റെ കയ്യിൽ വീണ്ടും.
വാഴയില വീണ്ടും മുന്നിൽ. അടുക്കളയിൽ അച്ഛൻ്റെ ശബ്ദം. പായസം കുറച്ചുകൂടി ഇടട്ടെ? അനൂപിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മീര ചോദിച്ചു, ഡാഡ്, അയ്യോ ഓക്കെ? യാ, അവൻ ചിരിച്ചു. ജസ്റ്റ് ഹാപ്പി. രാത്രിയിൽ എല്ലാവരും ഇറങ്ങിയ ശേഷം അനൂപ് ഒറ്റയ്ക്ക് പുറത്തിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ, ഫോണിൽ കേരളത്തിലെ അമ്മയുടെ ചിത്രം, മുറ്റത്ത് ഉണങ്ങിത്തുടങ്ങിയ പൂക്കളം. അവൻ വിചാരിച്ചു, ഓണം മാറിയിരിക്കുന്നു, കേരളവും മാറിയിരിക്കുന്നു, താനും മാറിയിരിക്കുന്നു. പക്ഷെ മാറാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അമ്മയുടെ ശബ്ദം, അച്ഛൻ്റെ കസേര, മുറ്റത്തെ മണ്ണ്, പൂക്കളുടെ മണം, വാഴയിലയിൽ വീഴുന്ന ചോറിൻ്റെ ചൂട്, കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വിരലുകളിലൊട്ടുന്ന പായസത്തിൻ്റെ മധുരം. ഇവയൊക്കെ എവിടെയോ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ, മോർഗേജിൻ്റെ ഇടയിൽ, മീറ്റിങ്ങിൻ്റെ ഇടയിൽ, എയർപോർട്ട് സെക്യൂരിറ്റിയുടെ മറുവശത്ത്, അമേരിക്കയുടെ തണുപ്പിൽ, അവൻ തന്നെ മറന്നുപോയ ഒരു കേരളം. അടുത്ത ദിവസം രാവിലെ അനൂപ് അമ്മയ്ക്ക് വീഡിയോ അയച്ചു. മീര പൂക്കളം ഇടുന്നു, അവൻ സദ്യ വിളമ്പുന്നു. ഭാര്യ അടുക്കളയിൽ തിരക്കിലാണ്. വീട്ടിലാണെങ്കിൽ ശരി. അമ്മ വീഡിയോ കണ്ടിട്ട് ഏറെ നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലും ഓണം വന്നല്ലോ. അനൂപ് ആകാശത്തേക്ക് നോക്കി. അതെ, ഓണം വന്നിരുന്നു. കേരളത്തിൽ നിന്ന് വിമാനത്തിൽ കയറി വന്നതല്ല. ഓർമ്മകളുടെ ഇടവഴികളിലൂടെ ഒരു പഴയ മണം പിടിച്ചുകൊണ്ട്, ഒരമ്മയുടെ ശബ്ദം ചുമന്നുകൊണ്ട്, ഒരച്ഛൻ്റെ അഭാവം താങ്ങിക്കൊണ്ട്, ഒരു മകളുടെ കയ്യിൽ പൂവ് വെച്ചുകൊണ്ട് ഓണം വന്നിരുന്നു. മാവേലി വന്നോ എന്നറിയില്ല. പക്ഷേ ഏറെ വർഷങ്ങൾക്ക് ശേഷം അനൂപ് തൻ്റെ ഉള്ളിലെ മാവേലിയെ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഇന്നും ഒരു രാജ്യമുണ്ടായിരുന്നു. ആരും അന്യരല്ലാത്ത ഒരു രാജ്യം, ആരും തിരക്കിലല്ലാത്ത ഒരു രാജ്യം, ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്ന ഒരു രാജ്യം. ചോറെടുത്തോ? അത്രമാത്രം. അതായിരുന്നു അവന് നഷ്ടപ്പെട്ട കേരളം. അതായിരുന്നു അവൻ്റെ ഓണം. അവൻ കണ്ണുകളടച്ച് ദൂരെ ഒരിടത്ത്, കാലം മറന്നുപോയൊരു മുറ്റത്ത്, തുമ്പപ്പൂക്കൾ വീണ്ടും വിരിയുന്നത് പോലെ തോന്നി. മാവേലി നാടു വാണിടും കാലം. അവൻ പതുക്കെ ചിരിച്ചു. ചില പാട്ടുകൾ നമ്മൾ പാടുന്നതല്ല, ചില പാട്ടുകൾ നമ്മളെ തന്നെയാണ് പാടുന്നത്. താങ്ക് യു.